ജിൻഡോയെ വീടിനുള്ളിലുള്ളവർ എല്ലാം തന്നെ മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ ജിൻഡോ ഒരു നല്ല ഗെയിമറാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥികളും ജിൻഡോയെ കളിയാക്കുന്നതോടൊപ്പം തന്നെ ജിൻഡോ 100 ദിവസം ആ വീട്ടിൽ നിൽക്കുമെന്ന് പറയാണ്. അവിടെ സായിയും നമ്മുടെ അഭിഷേകും അതുപോലെ സിബിനും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ സായി പറയുന്നുണ്ട്, എങ്ങനെ പോയാലും ഈ വീട്ടിൽ 100 ദിവസം ജിൻഡോ തികയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സിബിൻ പറയുന്നുണ്ട്, എങ്ങനെ പോയാലും കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവിടെ ജിൻഡോയുടെ ലക്ഷ്യം. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നൊന്നുമില്ല, അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം, അത് മാത്രമാണ് ജിൻഡോ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ജിൻഡോ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. ഒരു കൈയില്ലാത്ത പയ്യനെ സഹായിച്ചതും ജോലി കൊടുത്തതും അവനെ കൊണ്ട് പണികൾ എടുപ്പിച്ചതും പിന്നീട് അവൻ മരിച്ചതും ഒക്കെ ആയിട്ട് കഥ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആ പയ്യൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എന്ന്. ഇത്രയും ക്ലോസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ അടുത്ത് പേര് ചോദിച്ചപ്പോൾ ജിൻഡോയ്ക്ക് പയ്യൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ അവിടെ പറയാണ്, അപ്പോൾ ജിൻഡോയ്ക്ക് സാമാന്യം വിവരം പോലും ഇല്ല എന്ത് ചെയ്യണം, എങ്ങനെ ചിന്തിച്ച് പറയണം എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് കളിയാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ ഒരാളെ ഏറിപ്പോയതും പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഏറിപ്പോയതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം പേരൊന്നും ഉണ്ടാക്കി പറയാത്തത് എന്നും അവരോടൊന്നും പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോ ഒരു നല്ല ഗെയിമറാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. പക്ഷേ ചിന്തിക്കാനുള്ള കഴിവ് ജിൻഡോക്കില്ല, മന്ദബുദ്ധിത്തരാണ് എന്നാണ് അവർ പറഞ്ഞ് കളിയാക്കുന്നതും. എന്നിരുന്നാൽ പോലും ജിൻഡോ 100 ദിവസം ആ വീട്ടിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു സംശയവുമില്ല.